ഇതൊരു മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ സെറ്റ് ഓഫ് മൂവ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് വന്നിട്ടില്ല. മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു അടുത്തൊരു പാത്തിലേക്കാണ്. ഓക്കെ ഞാൻ വീണ്ടും പൊസിഷൻ എടുത്ത പ്രൈസിൽ നിന്ന് ഞാൻ സെല്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ 315 എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ട്രേഡ് അതും ഹിറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് ട്രേഡിൻ്റെ ഫൈനൽ ടച്ചിലേക്ക് പോവുകയാണ്. ഓക്കെ 13, 14, 15, 12 മേളിലുള്ള ഏത് പ്രൈസും എനിക്ക് ഗുഡാണ്. ഓക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രൈസും എനിക്ക് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 317 റേഞ്ചിൽ എൻ്റെ എക്സിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുഞ്ഞൊരു പൊസിഷൻ ഉണ്ടായിരുന്നു, അത് ഏതാണ്ട് 313 റേഞ്ചിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഇന്നൊരു നല്ലൊരു പ്രോഫിറ്റിൻ്റെ ഒരു സംഭവം ഓൾറെഡി നിൽക്കുന്നുണ്ടായിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷമുള്ള രണ്ടാമത്തെ ഒരു ട്രേഡ് അതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പൊസിഷൻ എടുത്ത് അത് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 313 കിട്ടിയാൽ അത് കംപ്ലീറ്റ്ലി അത് തീർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതിന് ഓൾറെഡി എടുത്തതിൻ്റെ ഒരു 25% ഇല്ലെങ്കിൽ ഒരു 10% ഇല്ല, ഒരു 20% പൊസിഷൻ കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് വന്ന് അതിനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾറെഡി 70-80% 317 റേഞ്ചിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫൈനൽ ടച്ചാണ്, അത്ര മാത്രമേ ഈ ഒരു ട്രേഡിൽ ബാക്കിയുള്ളൂ. തീർന്നു. വളരെ കുഞ്ഞു ക്വാണ്ടിറ്റി ഇന്നത്തെ ഒരു ഫൈനൽ എൻഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രേഡ് കംപ്ലീറ്റ്ലി തീർന്നു. ഇത് പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും ഞാനൊരു താഴേക്ക് പോയാൽ ഒരു 280 റേഞ്ചിൽ ഞാനിതിനെ ഒഴിവാക്കാം. ഓൾറെഡി എടുത്ത പ്രോഫിറ്റിൻ്റെ ഒരേ ഒരു കുഞ്ഞൊരു പൊസിഷൻ മാത്രം ഫൈനലി താഴേക്ക് വരും എന്നുള്ളതേ ഉള്ളൂ. 80% മേളിൽ ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്തത് കാരണം പിന്നെ അതിനകത്ത് വലിയ കാശിൻ്റെ വ്യത്യാസം വരാൻ പോകുന്നില്ല. ട്രേഡ് കറക്റ്റ് തന്നെയാണ്, ട്രേഡ് പോകാനുള്ള സാധ്യത തന്നെ ഉണ്ട്. പക്ഷേ ഡേ ടാർജറ്റിൻ്റെ എക്സ്ട്രീം ടാർജറ്റും ഇന്ന് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ആ നമ്പർ ഹിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള ട്രേഡില്ല. വേണമെങ്കിൽ ഇവിടെ ഒഴിവാക്കിയാലും എൻ്റെ ടാർഗറ്റിൽ നിന്നൊരു വളരെ കുഞ്ഞൊരു പ്രൈസിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ വരുള്ളൂ. ഒരു 100 റുപ്പീസിൻ്റെയൊക്കെ ഡിഫറൻസ്, 100 പോലും കാണിക്കുന്നില്ല, ഒരു 80 റുപ്പീസിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ, അതിലും താഴെ അവിടെ കാണിക്കുന്നുള്ളൂ. സോ ഇതെവിടെ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ വിഷയമല്ല. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ലോട്ട് ഇല്ല. ഫൈനൽ എൻഡ് അവിടെ വെച്ചപ്പോഴേക്കും പ്രൈസ് ഒന്ന് ജസ്റ്റ് താഴേക്ക് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 2 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇവിടെ നമ്മുടെ 2 ട്രേഡ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ട്രേഡ്, രണ്ടാമത്തെ ട്രേഡ്, മൂന്നാമത്തെ ട്രേഡ്. സോ ഇത് മൂന്നും പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ 1, 2 ഇത് മൂന്നാമത്തതാണ്. ഇതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് മാത്രം അതവിടെ കീപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പ്രൈസ് വീഴുന്നുണ്ട്, പക്ഷേ പ്രീമിയം അധികം അനങ്ങുന്നില്ല. പക്ഷേ അനങ്ങും, നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. മാക്സിമം അതവിടെ പിടിച്ച് നിൽക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. സോ പ്രീമിയം നിഫ്റ്റി നമുക്ക് അനുകൂലമായിട്ട് തന്നെ താഴോട്ട് വീഴുവാണ്. പ്രീമിയം അനങ്ങുന്നില്ല. സോ പ്രീമിയം അവിടെ പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ട്. ഇനി എങ്ങാനും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്യും. ഇത് കുറച്ച് നേരമായിട്ട് നിൽക്കുന്ന ഒരു ട്രേഡാണ്. ഓക്കെ, ഷോർട്ട് പൊസിഷനാണ്.
ഷോർട്ട് പോസ്റ്റിൽ നിങ്ങൾ കണ്ട ഈ വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കറിയാം 24,250 എൻ്റെ ട്രേഡ് എന്ന് പറയുന്നത്. ആ ക്യാൻഡലിൻ്റെ ഹൈ ആയിരുന്നു SL. ടാർഗറ്റ് 24,180 റേഞ്ച് വരെ മാക്സിമമാണ് അവിടെ ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ്. ഇതിനിടയ്ക്ക് പലയിടത്തും ഞാൻ ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് യൂഷ്വലി ഒരു സ്കാൽപ്പറിൻ്റെ ഡേ എന്ന് പറയുക. നല്ലൊരു മൊമെൻറ്റ് കിട്ടിയാൽ ആ മൊമെൻറ്റത്തിന് 3 സ്പ്ലിറ്റ് ചെയ്തു. ഒരു പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ ചിലപ്പോൾ അതിന് ഒരു ട്രേഡ് മാത്രമായിട്ടായിരിക്കും എടുത്തിരിക്കുക. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ആ ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാണ് അത് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിനിഷ് ചെയ്യാമെന്ന് തോന്നുന്നു. പ്രൈസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 സ്പ്ലിറ്റായിട്ടാണെങ്കിലും അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. എൻ്റെ എക്സിറ്റ് എനിക്ക് അതൊരു വലിയൊരു കാര്യമുള്ളൊരു പരിപാടിയല്ല. ഇതിനിപ്പോൾ താഴെ വന്നാലും മേളിലോട്ട് പോയാലും വലിയ ഡിഫറൻസ് എൻ്റെ P&L മേക്ക് ചെയ്യാൻ പോകുന്നില്ല. ടാർഗറ്റ് കൂടെ എത്തിയിട്ട് നമുക്കതിനെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ അവിടെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഓൾറെഡി ഇവിടെ തന്നെ നമുക്ക് ഏതാണ്ട് നമ്മുടെ ടാർഗറ്റ് കിട്ടിയതാണ്. ഇപ്പോൾ അതിനുശേഷം 2 ട്രേഡും കൂടെ കിട്ടിയത് കാരണം നമ്മൾ വളരെ ഹാപ്പിലി ട്രേഡ് ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ അവിടെ ഇനി ബാക്കിയുള്ളൂ. അതായത് എൻഡ് നോട്ട് എന്ന് പറയും, ട്രേഡിൻ്റെ ഫൈനൽ നമ്പേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സൈക്കോളജിക്ക് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ട് തന്നെ ഇറങ്ങുക എന്നുള്ളതാണ്. നമ്പേഴ്സ് കൺഫേം, അത് മൂവ്മെൻറ്റ് കൺഫേം ആണ്. അത് കാരണമാണ് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. 317 വരുമ്പോഴേക്കും അത് കറക്റ്റ് എക്സിറ്റ് അടിച്ച് പൊക്കോളും. നോക്കാം. ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇതിന് കുറേ സമയം എടുക്കും ആ ഒരു മൊമെൻറ്റം സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഇതിന് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഒരു 340 360 ഹിറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ എളുപ്പമാണ് ഒരു ഓപ്ഷൻ ബയ്യറിൻ്റെ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് താഴേക്ക് വരുമ്പോൾ 295 ആണെങ്കിലോ ഏത് ഒരു പ്രൈസിൽ വന്നാലും ഇനി കയ്യിൽ ക്വാണ്ടിറ്റി കാര്യമായിട്ടില്ലാത്ത കാരണം പ്രത്യേകിച്ച് നമ്മുടെ പ്രൈസിൽ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, ഓക്കെ, ഈ പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എനിക്ക് വേറൊരു ആവശ്യം കൂടെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ സെഷന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാരണം ഞാൻ അതിൻ്റെ തൽക്കാലം അവിടെ നിർത്തിയിരിക്കുവാണ്. എനിക്ക് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്, സിസ്റ്റത്തിൽ നിന്ന് എണീക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്പർ ഡസൻ മാറ്റർ. ആ ഒരു സോളിഡ് നമ്പർ, ആ ഒരു ഒരു റൗണ്ടഡ് ഫിഗറിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ഓർഡർ ഇട്ടിട്ട് ഓർഡർ ഇടേണ്ടി വരില്ല. അത് ഇപ്പോൾ തന്നെ അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ അതിനുശേഷം ഞാൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറുന്നതാണ്. അതിനുശേഷം മൂവ് ചെയ്തോട്ടെ, വലിയ വിഷയമില്ല. ഓക്കെ, എൻ്റെ പ്രൈസ് ഹിറ്റ് ചെയ്തു 340. നിങ്ങളിപ്പോൾ സൗണ്ട് കേട്ട് കാണും 317 എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫൈനൽ ടാർഗറ്റും, അതായത് നോർമൽ ടാർഗറ്റും നല്ലൊരു പ്രോഫിറ്റിൻ്റെ ഒരു ടാർഗറ്റും ഈ ഒരു ക്യാൻഡിലോടുകൂടി ഹിറ്റ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പൊസിഷനെല്ലാം ഒഴിവായി. ഒരു വെയിറ്റ് ചെയ്യണോ നമുക്ക് ഈ ഒരു ട്രേഡ്. ഈ 180 തീരത്തില്ല കേട്ടോ മാർക്കറ്റ്. ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 180 അല്ല, ഇത് 100 റേഞ്ചിലേക്ക്, 140 ഓർ 100 റേഞ്ചിലേക്കാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ വീഡിയോ വീണ്ടും വലുതാവും. നിങ്ങൾ ഈ പ്രീമിയം പിന്നീട് പോയി നോക്കുക, ഇതിൻ്റെ അനാലിസിസ് കറക്റ്റായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലായെന്നുള്ളത്. ഇവിടെ ഒരു
സിമെട്രിക് ട്രയാങ്കിൾ ഇല്ലെങ്കിൽ ഒരു ബെയറിഷ് പെനൻ്റ് ആയിരുന്നു. ഇതിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എളുപ്പമാണ്. ഇത് മാർക്കറ്റിലൊരു ബെയറിഷ് പെനൻ്റ് എന്നുള്ളൊരു പാറ്റേൺ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ബെയറിഷ് പെനൻ്റ് എന്നുള്ളൊരു പാറ്റേൺ മാർക്കറ്റ് പോയി റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് തിരിച്ചു വന്നു. മാർക്കറ്റിൻ്റെ ലോവർ ലെവലിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ട്രേഡ് വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇനിയും സ്റ്റിൽ ആ ഒരു ട്രേഡിന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തരാനുള്ള ഒരു സിറ്റുവേഷൻ ഇനിയും കിടപ്പുണ്ട്. ബിക്കോസ് ഇനി ഒരു വലിയൊരു നെഗറ്റീവ് ക്യാൻഡലിനുള്ള ഒരു പാറ്റേൺ ചിലപ്പോൾ വന്നേക്കാം. ആ ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത്. സോ ആ 4ാമത്തെ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് ഞാൻ കയറുന്നില്ല. 3 ട്രേഡിൽ ആദ്യത്തെ രണ്ടാമത്തെ ട്രേഡിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 3ാമത്തെ ട്രേഡ് അഗ്രസീവായിട്ടുള്ളൊരു ട്രേഡ് എടുത്തതാണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത് 4ാമത്തെ ട്രേഡിന് വേണ്ടിയിട്ട് കയറുന്നില്ല. ഇന്ന് വരുമ്പോൾ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡേ എങ്ങനെ ട്രേഡ് ഫിനിഷ് ചെയ്യണമെന്നുണ്ടോ ആ ട്രേഡ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി അവസരങ്ങൾ നമുക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസരമായിട്ട് അതിനെ വിടുക, എന്നിട്ട് നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇന്നത്തെ ട്രേഡ് സൈനിങ് ഓഫ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.